ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അവസാനവട്ട ഓട്ടപ്പാച്ചിലിനിടെ മുന്നണികൾക്ക് തലവേദനയായി തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉടനീളം ഉയർന്നു വന്ന നെഗറ്റീവ് ഘടകങ്ങൾ അതെല്ലാം തന്നെ ഇത്തവണ വിനയാകുമെന്ന ആശങ്ക ഏവർക്കുമുണ്ട്. മാസങ്ങൾക്ക് മുൻപേ ഗൃഹപാഠം നടത്തിയും ഒരുങ്ങി ഇറങ്ങിയിട്ടുമെല്ലാം തന്നെ തുടർച്ചയായി പാളിച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേതൃത്വങ്ങളെ അസ്വസ്ഥരാക്കുന്നത്. അവശേഷിക്കുന്ന ദിവസങ്ങളിൽ പരിഹരിക്കാൻ കഴിയാത്ത പാളിച്ചകളാണ് ഏറെയുമെന്നതും വോട്ട് നിലയെ പോലും ബാധിക്കുന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. പ്രചാരണ കാലത്ത് ഏറെയും പ്രതിസന്ധി നേരിട്ടത് യഥാർത്ഥത്തിൽ UDF ആണ്. അതിൽ ആദ്യത്തേതാണ് UDFിൽ നിന്നുണ്ടായ കൊഴിഞ്ഞുപോക്ക്. ഇത്തവണ ഈ കൊഴിഞ്ഞുപോക്ക് തലവേദനയാകാനുള്ള സാധ്യത ഏറെയാണ്. സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ തുടർച്ചയായ കൊഴിഞ്ഞുപോക്കും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് UDFിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇന്നലെ PG ജോസഫിന്റെ വിശ്വസ്തനും കേരള കോൺഗ്രസ് വൈസ് ചെയർമാനുമായ PC ചാണ്ടിയാണ് രാജിവെച്ചത്. ചാണ്ടി ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ബാധിക്കുമെന്ന് പോലും UDF ക്യാമ്പിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ പ്രസിഡന്റും ഉന്നത അധികാര സമിതി അംഗവുമായ അറക്കൽ ബാലകൃഷ്ണപിള്ള രാജിവെച്ചിരുന്നു. ജില്ലാ പ്രസിഡന്റും UDF ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചത് കുറച്ചൊന്നുമല്ല യഥാർത്ഥത്തിൽ മുന്നണിയെ ബാധിച്ചത്. അടുത്ത ചർച്ചയിൽപ്പെട്ട പ്രധാന വിഷയമാണ് ജോസഫ് ഗ്രൂപ്പിന് കോട്ടയത്തോട് അയിത്തമോ എന്നുള്ളത്. ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സൂചന. ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ ആരും കോട്ടയത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. പാർട്ടിയുടെ ഏക സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമായിരുന്നിട്ട് പോലും മുതിർന്ന നേതാവ് TU കുരുവിള, തോമസ് ഉണ്ണിയാടൻ XMLA, ജോസഫ് പുതുശ്ശേരി XMLA എന്നിവരെല്ലാം തന്നെ പ്രചരണ രംഗത്ത് നാമമാത്ര സാന്നിധ്യം പോലും ആയിരുന്നില്ല. സ്ഥാനാർത്ഥിയെ അയച്ചിട്ടുണ്ട്. ഇനി ജയിപ്പിക്കേണ്ട ചുമതല കോൺഗ്രസിനാണ് എന്നുള്ളതാണ് നിലവിലെ കേരള കോൺഗ്രസ് സമീപനം എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപം. അതിനാൽ തന്നെ ഇതേ നിസ്സഹകരണം കോൺഗ്രസ് നേതാക്കളിലും വ്യക്തമാണ്. മറ്റൊരു പ്രധാന ഘടകം റോഡ് ഷോയെ സമ്മതിക്കുന്നതാണ്. റോഡ് ഷോ യഥാർത്ഥത്തിൽ പൊളിച്ചത് ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ UDFിലും കേരള കോൺഗ്രസിലും പ്രശ്നം നീറുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിലേക്ക് നീങ്ങിയതോടെ ജനകീയ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആശങ്കയും നിലവിൽ നേതാക്കൾക്കുള്ളിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏതു രീതിയിലും ബാധിക്കുമെന്ന സന്ദേഹവും യഥാർത്ഥത്തിൽ നേതൃത്വത്തിനുണ്ട്. രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് പോലും ആളെ കിട്ടാതിരുന്നതിൽ കോൺഗ്രസ് കടുത്ത പ്രതിഷേധമാണ് കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നേതാക്കളുടെ വരവിലും പ്രചരണത്തിലും വലിയ മുന്നേറ്റം ഉറപ്പാക്കിയില്ലെങ്കിൽ പോലും പ്രതികൂല ഘടകങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ഭയം യഥാർത്ഥത്തിൽ NDAക്കുമുണ്ട്. സമുദായ നേതാവ് എന്ന പ്രതിച്ഛായ വോട്ട് നേതൃത്വത്തെ ബാധിക്കുമോ എന്ന ആശങ്ക. എന്നാൽ സമുദായ നേതാവ് എന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നുവെന്നതും വോട്ടിനെ ബാധിക്കില്ല എന്നും നേതാക്കളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒപ്പമാണ് മേൽത്തട്ടിലെ ഓളവും ആവേശവും ഇതുവരെ താഴെത്തട്ടിൽ എത്തിയിട്ടില്ല എന്ന മുന്നണികളുടെ ആശങ്ക. പലയിടങ്ങളിലും ഒന്നാം ഘട്ട ഭവന സന്ദർശനം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ചൂട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാരണങ്ങളാണ് ഭവന സന്ദർശനത്തിന് പ്രതികൂലമായി നേതാക്കൾ പറയുന്നത്. മറ്റ് നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് പര്യടനത്തിലും തുടരുന്ന മ്ലാനത. ഇടതുമുന്നണി കഴിഞ്ഞ 4 മാസം മുൻപേ മുതൽ പ്രചരണ രംഗത്ത് സജീവമാണെങ്കിലും കേരള കോൺഗ്രസ് CPM അണികൾക്കിടയിലുള്ള കൂട്ടായ്മ എത്ര കണ്ട് വിജയകരമാകുന്നു എന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ വ്യക്തമാകുകയുള്ളൂ. തോമസ് ചാഴിക്കാടൻ മണ്ഡലത്തിൽ ഇതിനോടകം 2 റൗണ്ട് പര്യടനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചാഴിക്കാടന്റെ ഒരു നിയോജക മണ്ഡലത്തിൽ 140 കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ പര്യടനം നാമമാത്ര കേന്ദ്രങ്ങളിൽ റോഡ് ഷോ ആയി മാറി എന്നതും കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ അമർഷമുണ്ട്. എങ്കിലും UDF നേതൃത്വം വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ UDFിനെ സംബന്ധിച്ചിടത്തോളം കൊഴിഞ്ഞുപോക്ക് മാത്രമായിരുന്നില്ല പ്രശ്നമെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കാരണം 2019 UDFിന് അനുകൂലമായി നിന്നിരുന്ന എല്ലാ സാഹചര്യങ്ങളും 2024 എത്തുമ്പോൾ അതെല്ലാം തന്നെ പ്രതികൂല ഘടകങ്ങളായി മാറുന്നതായി കാണാൻ സാധിക്കും. ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും പിന്തുണയാണെങ്കിലും ഇത്തവണ UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം തന്നെ ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഥവാ UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ അത് ഭരണവിരുദ്ധ വികാരങ്ങൾ ഊതിക്കത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ച സാഹചര്യത്തിൽ അത്തരമൊരു ഊതിക്കത്തിക്കൽ യഥാർത്ഥത്തിൽ UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന എല്ലാ വാർത്തകളും കാണിക്കുന്നത് LDFിന് പിന്തുണ ഏറി വരുന്നതായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഏറെയാണ്. അതിനുള്ള പ്രധാന കാരണം കൊഴിഞ്ഞുപോക്കും സജി മഞ്ഞക്കടമ്പിലുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസിൽ നിന്നുള്ള വലിയൊരു കുത്തൊഴുക്ക് യഥാർത്ഥത്തിൽ BJPയിലേക്ക് ഉണ്ടായി എന്നുള്ളത് അത് മറ്റ് മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ ബാധിക്കാൻ സാധ്യത കോട്ടയത്താണ്. കാരണം കോട്ടയത്ത് ഇപ്പോൾ നിൽക്കുന്ന സജീവമായൊരു ചർച്ച അത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് തന്നെ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാധ്യത തന്നെ LDFിനും NDAക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്.